ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ന്യൂറോപ്പതി ഇൻ ഡയബറ്റിസ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. നമ്മൾ പലപ്പോഴും ന്യൂറോപ്പതി എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പം ഡയബറ്റിസ്, പ്രമേഹരോഗവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോപ്പതി എവിടെയാണ്? അത് കൂടുതലും പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. നമുക്ക് ഒരു ഷുഗർ ഏകദേശം 8-10 വർഷമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ചെറിയ നംനസ്, ഒരു ചെറിയ മരപ്പ്, ഒരു തരിപ്പ്, അല്ലെങ്കിൽ ചെറിയ ഒരു സെൻസേഷൻ്റെ കുറവൊക്കെ നമുക്ക് അനുഭവപ്പെടും. അത് ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് കാലിനാണ്, പാദത്തിനാണ്. പാദത്തിൻ്റെ വിരലിൻ്റെ തുമ്പ് തൊട്ടാണ് ആദ്യം തുടങ്ങുന്നത്, ടോസ്. അപ്പോൾ അത് പതിയെ കയറി നമുക്ക് പാദത്തിൻ്റെ ഏകദേശം ഒരു പകുതി അല്ലെങ്കിൽ പാദം മുഴുവനായിട്ടും വരും. പാദം മുഴുവനായിട്ട് ഏകദേശം വരുന്നതിന് മുമ്പ് കൈയുടെ വിരൽത്തുമ്പിലും വരും. കൈയുടെ വിരൽത്തുമ്പിലും വന്നിട്ട് കൈയുടെ ബ്രസ്റ്റ് വരെ, കൈയുടെ തണ്ട വരെ വരും. അത് അതിൽ കൂടുതലായിട്ട് വരാറില്ല, നമുക്ക് എൽബോയ്ക്ക് താഴെ വരേക്ക് വരാറുണ്ട്. ഇതിനാണ് പെരിഫറൽ ന്യൂറോപ്പതി ഇൻ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ വരാം. ഇത് സെൻസറിയാണ്. അപ്പം സെൻസറിയുടെ തന്നെ നമുക്കറിയാം, സെൻസേഷൻ പല രീതിയിലുണ്ട്. ന്യൂറോപ്പതി ഡയബറ്റിസിന് നമുക്ക് ടച്ച് സെൻസേഷൻ ഉണ്ട്, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷൻ ഉണ്ട്. ടച്ച് തന്നെ ഫൈൻ ടച്ച് ഉണ്ട്, ക്രൂഡ് ടച്ച് ഉണ്ട്, അതുകൂടാതെ വൈബ്രേഷൻ സെൻസേഷൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സെൻസേഷൻ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ബാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെൻസറി ടെസ്റ്റിംഗ് ഉണ്ട്, പല ലെവലുണ്ട്. നമുക്ക് മോണോഫിലമെൻറ്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയും. 10 ഗ്രാം മോണോഫിലമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ചെറിയൊരു 10 ഗ്രാമുള്ള ഒരു വെയിറ്റുള്ള ഒരു ചെറിയൊരു നൂൽക്കമ്പ് പോലുള്ള സാധനം ഫിലമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ തൊട്ട് നോക്കും, ടച്ച് ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ അതാണ് ഏർലി ഡിറ്റക്ഷൻ, നമുക്ക് ടച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ, ഡയബറ്റിസ് നമ്മുടെ ഞരമ്പിനെ ബാധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഡയബറ്റീസിൻ്റെ ഏർലി ഉള്ള കോംപ്ലിക്കേഷനാണ് ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് നമുക്ക് നെഫ്രോപ്പതി വരിക. അത് കഴിഞ്ഞാണ് റെറ്റിനോപ്പതിയൊക്കെ വരിക, കണ്ണിനെയൊക്കെ ബാധിക്കുക. അപ്പോൾ ആദ്യം വരുന്ന ഈ ന്യൂറോപ്പതി നമ്മളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ പറയുക. നമുക്ക് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം 10 വർഷമല്ല, ചിലപ്പോൾ 15-20 വർഷം വരെയാണ് ഇപ്പോൾ ഈ ന്യൂറോപ്പതി പറഞ്ഞൊന്നുമില്ല. പക്ഷേ അത് ഡിപ്പെൻസ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. നമുക്കറിയാം, നെർവ്സിനെ ബാധിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒന്ന് ഹൈ ഷുഗർ കൺട്രോളല്ല, പിന്നെയുള്ളത് കൃത്യമായ ചെക്കപ്പ്, കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നില്ല, നല്ല ഗ്ലൈസമിക് വേരിയേഷൻ, അതായത് ഷുഗർ ഇടയ്ക്ക് കൂടുന്നു കുറയുന്നു. ഇതാകുമ്പോഴത്തേനും കുറച്ച് ഗ്ലൈക്കോസിലേറ്റഡ് എൻ പ്രൊഡക്ട്സ് കുറേ സാധനം ഉണ്ടാകും, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാകും. ഇതൊക്കെ നെർവ്സിന് ഡാമേജ്, നെർവ് ലൈനിങ്, മൈലിൻ ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെയാണ് നമുക്ക് സെൻസറി അബ്നോർമാലിറ്റി, നോർമൽ സെൻസേഷൻ ചിലപ്പോൾ അബ്നോർമലായിട്ട് തോന്നും. അതായത് നമ്മൾ ടച്ച് ചെയ്യാണ് ചിലപ്പോൾ പെയിനായിട്ട് തോന്നും. അപ്പം ചിലർക്ക് പരസ്തീഷ്യ ആയിരിക്കും, സെൻസേഷനേ ഇല്ല. അപ്പം ചിലർക്ക് അങ്ങനെയാണ്. ചിലപ്പം നമുക്ക് ഒരു കാലയിൽ നമുക്കൊരു പരിക്ക് പറ്റി, ഒരു മുള്ളു കൊണ്ടു, ഒരു കല്ല് കയറിയിരുന്നപ്പോൾ നമ്മൾ അറിയാലോ, അത് വലിയൊരു അൾസറായി മാറി ചിലപ്പോൾ വിരൽ മുറിക്കുന്നു, അല്ലെങ്കിൽ ലിംബ് ആംപുട്ടേഷനിലേക്ക് പോകുന്ന പലപ്പോഴും അങ്ങനെയാണ്. അപ്പം ന്യൂറോപ്പതി പക്ഷേ എല്ലാവർക്കും ഈക്വലായിട്ട് പ്രശ്നം ചെയ്യണമെന്നില്ല. ചിലർക്ക് ചില ഫാമിലിയിൽ ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് കാരണം അത് ന്യൂറോപ്പതിയാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. നോർമലി ന്യൂറോപ്പതി ഡെവലപ്പ്, പക്ഷേ ചിലർക്ക് അത് കാണണമെന്നേ ഇല്ല. ചില ഫാമിലീസ് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, അതായത് അറ്റാക്ക്, സ്ട്രോക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ മൈക്രോവാസ്കുലറാണ്. ചെറിയ ഞരമ്പുകൾ, ബ്ലഡ് വെസൽസ്, നെർവ്സ്, വാസാവെസോളം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ നെർവ്സിന് സപ്ലൈ ചെയ്യുന്ന ചെറിയ വെസൽസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞു. അപ്പം അതിൻ്റെ ഷീറ്റിന് അതിൻ്റെ കവറിങ്ങിന് പ്രശ്നമുണ്ടായി. അങ്ങനെയാണ് നമുക്ക് സെൻസറി അബ്നോർമാലിറ്റീസ് വരിക. അപ്പോൾ നമുക്ക് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് എക്സാമിനേഷൻ വേണം, കാലെപ്പോഴും നോക്കണം, എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം, എല്ലാം കൊണ്ടിട്ടുണ്ടോ നോക്കണം. പ്രോപ്പർ ചപ്പലുകൾ ഉപയോഗിക്കണം. MCR ചപ്പലുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ അൾസറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ലോഡിംഗ് എന്ന് പറയും. അവിടെ വെയിറ്റ് വരാത്ത രീതിയിലുള്ള ചപ്പൽസ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് അങ്ങനെ ഓർത്തോട്ടിക് ചപ്പൽസ് നമ്മൾ ഇട്ടാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു അൾസർ വന്നാൽ ഒരിക്കലും ഹീൽ ചെയ്യാം. പലപ്പോഴും ആൾക്കാർ അൾസർ വരുന്നുണ്ട്, ഹീൽ ചെയ്യാതായിരിക്കും നമ്മുടെ അടുത്ത് വരിക. ഒരു മുറിവ് വന്ന് ഡോക്ടറെ കരിയുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ രക്തോട്ടക്കുറവുണ്ട്, ഇസ്കീമിയ ഉണ്ട്, അതുകൂടാതെ ഡയബറ്റീസ് അൺകൺട്രോളായിരിക്കും. പലപ്പോഴും അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ആശുപത്രിയിൽ തന്നെ മാനിക്കാൻ ഡിഫിക്കൽട്ട്, ഒത്തിരി സമയം എടുക്കുന്നത് കരിയാൻ. ചിലർക്ക് ഒട്ടുമേ കരിയല്ല, നോൺ ഹീലിംഗ് അൾസറായിരിക്കും. അപ്പോൾ നമ്മൾ ന്യൂറോപ്പതി നമ്മൾ ആദ്യമേ അഡ്രസ്സ് ചെയ്യണം. അതിനുള്ള ടെസ്റ്റുകളുണ്ട്. ന്യൂറോപ്പതി ടെൻഷൻ, വൈബ്രേഷൻ ആദ്യം നമ്മൾ നോക്കും. നമ്മൾ ബയോതെസിയോമെട്രി എന്ന് പറയും, ഒരു 24 അല്ലെങ്കിൽ അതൊരു മെഷീൻ തന്നെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് എത്ര ലെവലാണ്, നോർമലി നമുക്കൊരു 10 അല്ലെങ്കിൽ 20 അതിൻ്റെ അകത്ത് വാല്യൂ കണ്ടാൽ ചിലർക്ക് 40, 50 അങ്ങനെ ആ ലെവലിലേക്ക് പോകും. ഇത്രയും വൈബ്രേഷൻ, ഇത്രയും ലോഡ് കൊടുത്തിട്ടും അത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വൈബ്രേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും.
മോണോഫിലമിൽ ടച്ച് സെൻസ് ചെയ്യാൻ പിന്നെ പെയിന് പിന്നെ ടെമ്പറേച്ചർ നമുക്ക് നോക്കാൻ പറ്റും ഹോട്ട് ആൻഡ് കോൾഡ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ നമുക്ക് അങ്ങനെ നമുക്കറിയാം ന്യൂറോപ്പതി ഉണ്ട്, പ്രോപ്പർ ചപ്പൽ ഉപയോഗിക്കണം, കാല് എക്സാമിൻ ചെയ്യണം, മുറിവുണ്ടാകാൻ നോക്കണം, ഷുഗർ കൺട്രോൾ ചെയ്യണം. അതുകൂടാതെ നമ്മളതിൻ്റെ വാസ്കുലാരിറ്റി നോക്കണം ഡോപ്ലർ സ്റ്റഡി വെച്ചിട്ട്. അതിനാണ് ആംഗിൾ ബ്രേക്കിൽ പ്രഷർ ഇൻഡെക്സ് ഒരു സാധനമുണ്ട്, അതൊരു മെഷീനാണ്. അത് വെച്ച് നമുക്ക് അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ, നമ്മുടെ കയ്യിലെ പ്രഷറും ആംഗിളിലെ കാലിൻ്റെ പ്രഷർ വ്യത്യാസം എത്രയുണ്ട് അത് വെച്ച് റേഷ്യോ ഉണ്ട്. അത് കൂടുതലാണെങ്കിൽ നമുക്ക് കാലിന് പ്രശ്നം ഉണ്ടാകും. ലിംബ് ഇസ്കീമിയ വരെ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ മുറിവ് കരിയാൻ സമയമെടുക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പോഡോളജിസ്റ്റിനെ തന്നെ വേണമെന്നില്ല, ഒരു ഫിസിഷ്യനെ കാണാം, ഡയബറ്റോളജിസ്റ്റിനെ കാണാം. അവരത് നോക്കിയിട്ട് പറയും കാലിൻ്റെ അടുത്ത ഡോപ്ലർ സ്കാനിങ് ചെയ്തിട്ട് നമുക്ക് എത്ര ആർട്ടറി ഡോപ്ലർ ചെയ്ത് എത്ര വാസ്കുലാരിറ്റി ഉണ്ട്, അതുകൂടാതെ വെരിക്കോസ് വെയിൻ പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണ് അൾസർ വന്നത്, അതുകൂടാതെ ഷുഗർ അൺകൺട്രോളാണ്, അതുകൂടാതെ ന്യൂറോപ്പതി ഉണ്ട്. ഇതെല്ലാം നോക്കിയാലേ നമുക്ക് ഈ അൾസർ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും അതുകൊണ്ട് ഷുഗർ ആദ്യം പ്രൈമറി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഷുഗർ കൺട്രോൾ ചെയ്യണം, അതുകൂടാതെ വാസ്കുലാരിറ്റി നോക്കണം, അതുകൂടാതെ ഫുഡ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് കാല് നോക്കി എല്ലാ ദിവസവും നമ്മൾ കാലിൻ്റെ പരിചരണം പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂറോപ്പതി മൂലം ഉണ്ടാകുന്ന അൾസറുകളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് തടയാൻ സാധിക്കും. താങ്ക് യു.